ഇന്ന് കൂർക്കയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇത് ഈ പാത്രത്തിൽ വെച്ചിട്ട് നന്നായി ഉരത്തിയിട്ട് ഇങ്ങനത്തെ പാത്രം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ക്ലീനായി കിട്ടും കേട്ടോ. പിന്നെ ഉരുതി 2-3 വട്ടം ഇങ്ങനെ ഉരതിയാൽ ഫുള്ള് ക്ലീനായി കിട്ടും കേട്ടോ. ഇങ്ങനെയുള്ള കുറച്ച് ഭാഗങ്ങൾ ഇങ്ങനെ ഉണ്ടാവും. ബാക്കി എല്ലാം നന്നായിട്ട് ക്ലീനായി കിട്ടുക. ഇനി അവിടെ കുറച്ചൊക്കെ കാണുന്നത് നമ്മളൊന്ന് കത്തി വെച്ചിട്ട് ക്ലീനാക്കി കൊടുത്താൽ സൂപ്പറാവും. ഇങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കൊട്ട ഇങ്ങനെ വരുത്. ഒരു 2-3 വട്ടം കഴുകി എടുത്തതാണ് ഇത്. ഇനി ഇത് നമുക്ക് തോല് കളഞ്ഞ് ചെറുതാക്കി മുറിച്ച് വേവിക്കുന്നവരുണ്ട്, ഇങ്ങനെ തന്നെ ക്ലീനാക്കിയിട്ട് വേവിക്കുന്നവരുണ്ട്. ഞാൻ ചെറുതാക്കി കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് കേട്ടോ. തോലൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊക്കെ കത്തി വെച്ചിട്ട് ക്ലീനാക്കിയിട്ട് വരാം കേട്ടോ. പലരും പല രീതിയിലും കൂർക്ക ക്ലീനാക്കുന്നവരുണ്ട്. എല്ലാവരും എങ്ങനെ ക്ലീനാക്കൽ എന്ന് കമൻറ്റ് ചെയ്യണേ. ഞാനിങ്ങനെ ഇതിൽ വെച്ച് ഉരതിയിട്ടാണ് ക്ലീനാക്കൽ. അപ്പം ചില ആളുകൾ കോട്ടൺ തുണിയിലിട്ട് അടിച്ച് ക്ലീനാക്കുന്നവരുമുണ്ട്. ചിലവർ ചാക്കിലൊക്കെ ഇട്ട് കാല് കൊണ്ട് ഇങ്ങനെ ഞെരടി അങ്ങനെ ക്ലീനാക്കുന്നവരുമുണ്ട്. എനിക്കതിലേറെയൊക്കെ കുറച്ച് എളുപ്പമായി തോന്നിയിട്ടുള്ളത് ഇതാണ് കേട്ടോ. ഇപ്പോൾ ഫുള്ളായിട്ട് കൂർക്ക വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറു കഷ്ണങ്ങളാക്കിയിട്ട് വൃത്തിയാക്കി എടുത്ത് ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക് കീറിയിടാം. ഒരു പച്ചമുളക് മതി. ആവശ്യത്തിന് ഉപ്പിടാം. ഒരു 3 അല്ലെങ്കിൽ 4 വിസിൽ അടിച്ച് വേവിച്ചെടുക്കാം. അത് 4 വിസിൽ അടിച്ചെടുക്കാം. ഓഫാക്കാം കേട്ടോ. കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. കൂർക്ക തൂമിക്കാൻ വറ്റൽമുളകും കറിവേപ്പില, കടുക്, ചീരുള്ളി, വെളുത്തുള്ളി തൂമിക്കാം കേട്ടോ. ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി നല്ല ചൂടായതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ചട്ടി ഇപ്പം നല്ല ചൂടായി. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. എണ്ണ ചൂടായതിന് ശേഷം നമുക്കതിലോട്ട് കടുകിട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടിയതിന് ശേഷം നമുക്ക് ബാക്കി ചേരുവകൾ അതിലിട്ട് കൊടുക്കാം. കടുകുകൾ നന്നായി പൊട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഉള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, വറ്റൽമുളക് ഒക്കെ ഇട്ട് നന്നായി വഴറ്റുക. നല്ലതുപോലെ വഴന്നതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച കൂർക്കല്ലേ അതിലേക്ക് ആഡ് ചെയ്യും. നല്ലതുപോലെ മിക്സ് ചെയ്യാം. കടുകും വെളുത്തുള്ളിയും ചീരുള്ളിയും കറിവേപ്പിലയും വറ്റൽമുളകൊക്കെ ഒന്ന് ഇളക്കി എല്ലായിടത്തും യോജിപ്പിക്കും.
നിശ്ചയായിട്ട് ചോദിക്കുകയാണ് ആരാ മാഡം